തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിനടുത്തുള്ള ഒരു ഗ്രാമത്തിലായിരുന്നു ഗായത്രിമാല എന്ന് പറയുന്ന 33 വയസ്സുള്ള സ്ത്രീ താമസിച്ചിരുന്നത്. അപ്പോൾ അവർ സേലത്തുള്ള അസ്തംപെട്ടിയിലെ പ്രിസണിലെ വുമൺ സെല്ലിലെ ഓഫീസറായിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. ഈ ഗായത്രിയുടെ കല്യാണം കഴിഞ്ഞത് 2002-ലായിരുന്നു. അവരുടെ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റിലേറ്റീവ് ആയിരുന്നു വരൻ. ഫാമിലി പറഞ്ഞുറപ്പിച്ചിട്ടായിരുന്നു അത്തരത്തിലുള്ള ഒരു കല്യാണമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ സ്റ്റാർട്ടിങ് തുടങ്ങിയ ഗായത്രിക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. തൻ്റെ ഹസ്ബൻഡും തന്നെ പോലെ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആയിട്ടുണ്ടായിരുന്നെങ്കിൽ നന്നായേനെ എന്നുള്ളൊരു ചിന്തയായിരുന്നു അവർക്കുണ്ടായത്. അപ്പോൾ ഇതിൻ്റെ പേരിൽ തന്നെ അവർക്കിടയിൽ സ്ഥിരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് എന്താ പറയുക, ഒരു 6 മാസങ്ങളൊക്കെ കഴിഞ്ഞ ടൈമിൽ ഗായത്രി അവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് വരികയാണ്. പിന്നീട് ഡിവോഴ്സ് ഫയൽ ചെയ്യാനായിട്ട് ഇവർ രണ്ടുപേരും കൂടെ തീരുമാനിക്കുകയാണ്. അങ്ങനെ ആ ഒരു ഡിവോഴ്സ് കേസ് കോടതിയിലെത്തി ഇങ്ങനെ ഇവർക്ക് ഡിവോഴ്സ് ലഭിക്കുകയും ചെയ്തു. ആദ്യ സമയത്ത് കോയമ്പത്തൂരുള്ള പ്രിസണിൽ തന്നെയായിരുന്നു ഈ ഒരു ഗായത്രി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് 2003 വെല്ലൂരുള്ള ജയിലിലോട്ട് ഇവർ ട്രെയിനിങ്ങിനായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ട്രെയിനിങ് എടുക്കാൻ വന്ന ഉദ്യോഗസ്ഥരിൽ ഒരാൾ മധുര ജയിലിലത്തെ സബ് ജയിലർ ആയിട്ടുള്ള തമിഴ് സെൽവൻ എന്ന് പറയുന്ന ഒരാളായിരുന്നു. അവിടെ വെച്ചാണ് ഗായത്രിയും തമിഴ് സെൽവനും പരിചയപ്പെടുന്നത്. ആ ഒരു പരിചയം പിന്നീട് നല്ലൊരു സൗഹൃദമായിട്ട് മാറുകയായിരുന്നു. പിന്നീട് അതൊരു പ്രണയമായിട്ട് മാറുകയും ചെയ്തു. ഈ തമിഴ് സെൽവന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും ആളും ഓൾറെഡി ഒരു കല്യാണം കഴിച്ച് ഡിവോഴ്സ് ആയ ഒരാളായിരുന്നു. ഈ ഗായത്രി ആണെന്നുണ്ടെങ്കിലും ഒരു പ്രാവശ്യം കല്യാണം കഴിച്ച് ഡിവോഴ്സ് ആയ ആളായിരുന്നു. അപ്പോൾ ഇവരെന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഒരുമിച്ച് ജീവിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ അവർ ഫിസിക്കൽ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കല്യാണം ആകുന്നതിന് മുൻപ് തന്നെ ഗായത്രി പ്രഗ്നന്റ് ആവുകയും ചെയ്തു. ഗായത്രി പ്രഗ്നന്റ് ആയ വിവരം തമിഴ് സെൽവൻ അറിഞ്ഞപ്പോൾ ആളും പറഞ്ഞു നമുക്ക് എന്തായാലും കല്യാണം കഴിക്കാന്നുള്ളത്. അങ്ങനെ വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ വളരെ ലഘുവായിട്ട് ഇവരുടെ കല്യാണം നടക്കുകയും ചെയ്തു. അതിനുശേഷം ഇവർക്ക് ഒരു പെൺകുഞ്ഞ് പിറക്കുകയായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ആ ഒരു കുഞ്ഞിനെ നല്ലപോലെ നോക്കി ഇവരുടെ ഫാമിലി ലൈഫ് നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. ഇവർ രണ്ടുപേരും ജയിലിൽ ഉദ്യോഗസ്ഥരായതുകൊണ്ട് തന്നെ രണ്ടുപേരും 2 സ്ഥലത്തായിരുന്നു ആ ഒരു ടൈമിലൊക്കെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നത്. രണ്ടുപേർക്കും അത്രത്തോളം അറ്റൻഷൻ കുഞ്ഞിന് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവർ കുഞ്ഞിനെ ഈ ഗായത്രി മാലയുടെ വീട്ടിലായിരുന്നു നിർത്തിയിരുന്നത്. കോയമ്പത്തൂർ വരദരാജപുരത്ത് RVS നഗറിലായിരുന്നു ഈ ഗായത്രിയുടെ ഫാമിലി താമസിച്ചിരുന്നത്. കുഞ്ഞ് അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ വീക്കെൻഡ്സിൽ ഇവർ കുഞ്ഞിനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്നതും പതിവായിരുന്നു. അങ്ങനെ യാതൊരു സീനും ഇല്ലാതെ ഇവരുടെ ലൈഫ് ഇങ്ങനെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു അത്യാഹിതം സംഭവിക്കുന്നത്. അപ്പോഴാണ് ഗായത്രിയുടെ ഹസ്ബൻഡ് വരെ ഗായത്രി ഇങ്ങനെയുള്ളൊരു സ്ത്രീ ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഗായത്രിയുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നടന്നത്, ഗായത്രിയുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ചിന്തിക്കാത്ത തരത്തിൽ എന്തൊക്കെയായിരുന്നു അവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. 2009 ഗായത്രിക്ക് ഒരു പ്രൊമോഷൻ ലഭിക്കുന്നത്. അങ്ങനെ സേലത്തുള്ള പ്രിസണിലോട്ട് അവർക്ക് ജോലി മാറ്റം ലഭിക്കുകയും ചെയ്തു. അവിടെ അയ്യന്തിരുമാളിക ഹൗസിംഗ് ബോർഡിലുള്ള ഒരു ഫ്ലാറ്റിലായിരുന്നു ഇവർ താമസിച്ചു വന്നിരുന്നത്. പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ സേലത്തോട്ട് ട്രാൻസ്ഫർ വാങ്ങി തമിഴ് സെൽവനും അങ്ങോട്ട് വരികയായിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീക്കെൻഡ്സിൽ മകളെ കാണാൻ പോകുന്നത് ഇവരുടെ പതിവായിരുന്നു. അങ്ങനെയാണ് 2009 ഒക്ടോബർ 31 തമിഴ് സെൽവനോട് പറഞ്ഞുകൊണ്ട് ഗായത്രി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ സേലം ന്യൂ ബസ് സ്റ്റാൻഡിലോട്ട് അവർ പോയി. ഒരു രാത്രി 7 മണി ടൈമൊക്കെ ആയിട്ടുണ്ടാവും. ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ബസ് കയറിയതായിട്ട് പറയുകയാണ്. ഒരു റെഗുലർ കോളായിരുന്നു അത്. എന്നാൽ അതിനുശേഷം പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രാത്രി ഒരു 11 മണി ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ആ ഒരു ടൈമിലാണ് ഗായത്രിയുടെ അമ്മ നേരെ തമിഴ് സെൽവനെ വിളിക്കുന്നത്. അപ്പോൾ തമിഴ് സെൽവൻ ആദ്യം വിചാരിച്ചിരുന്നത് വൈഫ് അവിടെ എത്തിയിട്ടുണ്ടാവും, അത് പറയാനായിരിക്കും വിളിക്കുന്നത് എന്നുള്ളതായിരുന്നു. അങ്ങനെ ആള് കോള് പിക്ക് ചെയ്യാണ്. അപ്പോഴാണ് അമ്മ ഞെട്ടിക്കുന്ന ഒരു കാര്യം പറഞ്ഞത്. അതായത് രാത്രി 7 മണിക്ക് ബസ്സിൽ കയറിയ ഗായത്രി രാത്രി 11 മണിയായിട്ടും കോയമ്പത്തൂരോട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. സാധാരണഗതിയിൽ ഇത്രയും നേരം വൈകാത്തതാണ്. ഇനിയിപ്പോൾ വൈകുകയാണെന്നുണ്ടെങ്കിലും ഗായത്രി വിളിച്ച് പറയാറുണ്ടായിരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ബസ് സ്റ്റാൻഡിൽ എത്തിയ ശേഷം അച്ഛനെ വിളിച്ചിട്ട് വരാനായിട്ട് പറയാറായിരുന്നു പതിവ്. എന്നാൽ അന്നത്തെ ദിവസം അതൊന്നും തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മകൾ വരാൻ വൈകുന്നത് കണ്ട അമ്മ നേരെ മകളുടെ ഫോണിൽ ട്രൈ ചെയ്യായിരുന്നു. എന്നാൽ ആ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പോൾ ഒരുപാട് തവണ ട്രൈ ചെയ്തിട്ടും കിട്ടുന്നില്ല. അതേപോലെ തന്നെ വരേണ്ട ടൈമും കഴിഞ്ഞു. അങ്ങനെയാണ് തമിഴ് സെൽവനെ വിളിച്ചിട്ട് അവർ കാര്യം പറയുന്നത്. അപ്പോൾ തമിഴ് സെൽവൻ പറഞ്ഞു പേടിക്കണ്ട, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആൾ കോള് കട്ട് ചെയ്യുകയായിരുന്നു. തമിഴ് സെൽവൻ നേരെ ആ ഒരു സേലം ബസ് സ്റ്റാൻഡിലോട്ട് പോവുകയാണ്. ആൾ ഓൾറെഡി ഒരു പോലീസുകാരനായതുകൊണ്ട് തന്നെ അത്യാവശ്യം കോൺടാക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ CCTV വിഷ്വൽസും മറ്റൊക്കെ പരിശോധിക്കുകയാണ്. അപ്പോൾ തൻ്റെ വൈഫ് ഇതേപോലെ തന്നെ ബസ്സിൽ കയറി പോകുന്നതിൻ്റെ വിഷ്വൽസ് അതിലുണ്ടായിരുന്നു.
അപ്പോൾ ആ ഒരു ബസ്സിൻ്റെ ഡ്രൈവറിനെ ഇവർ കോൺടാക്ട് ചെയ്യുകയാണ്. എന്നിട്ട് കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ആ ബസ് വഴിയിൽ എവിടെയും ബ്രേക്ക് ഡൗൺ ആയിട്ടില്ല, കറക്റ്റ് ടൈം തന്നെ എത്തേണ്ട സ്ഥലത്ത് എത്തി എന്നുള്ളത് അയാൾ പറയുകയായിരുന്നു. അപ്പോൾ ഇതിനിടയിൽ വൈഫ് എവിടെയോ മിസ്സായിട്ടുണ്ട് എന്നുള്ളത് ഇയാൾ മനസ്സിലാക്കുകയായിരുന്നു. നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ട് ഒരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുകയും ചെയ്തു. അങ്ങനെ പോലീസുകാർ കേസ് എടുത്ത് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുകയാണ്. ഗായത്രിയുടെ ഫോണും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്തു, കോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്തു. അതുപോലെ തന്നെ ഇവർ പ്രിസണിൽ വർക്ക് ചെയ്തത് കൊണ്ട് തന്നെ വല്ല കുറ്റവാളികൾക്ക് ഇവരോട് പകയുണ്ടായിരുന്നോ, അവരെങ്ങാനും ട്രാക്ക് ചെയ്ത് ഇവരെ തട്ടിക്കൊണ്ട് പോയതാണോ, അങ്ങനെയുള്ള പല ആംഗിളിൽ പോലീസുകാർ ഈ ഒരു ഗായത്രിയെ അന്വേഷിക്കുകയായിരുന്നു. അങ്ങനെ 2-3 ദിവസമൊക്കെ കഴിഞ്ഞു. എന്നാലും ഈ ഒരു ഗായത്രി എവിടെ പോയി, എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെ കുറിച്ചിട്ട് പോലീസുകാർക്ക് യാതൊരു ക്ലൂവും ഇല്ലാതിരുന്നിരുന്ന ആ ഒരു ടൈമിലാണ് പോലീസിന് ഒരു ഇൻഫർമേഷൻ ലഭിക്കുന്നത്. അന്ന് കൃത്യമായി പറഞ്ഞാൽ നവംബർ 4, 2009 ചങ്കഗിരി പോലീസ് സ്റ്റേഷനിലോട്ടായിരുന്നു ആ ഒരു കോൾ വന്നത്. അവറാമ്പാള എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് റെയിൽവേ ട്രാക്കിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ട് ഒരു ലേക്കിൻ്റെ സൈഡിൽ ഇത്തിരി കാട് നിറഞ്ഞൊരു ഏരിയ ഉണ്ട്. അവിടെ ഒരു സ്ത്രീയുടെ നഗ്നമായ മൃതദേഹം കിടക്കുന്നുണ്ട് എന്നുള്ള ഒരു വിവരമായിരുന്നു അയാൾ പോലീസിനോട് വിളിച്ചു പറഞ്ഞത്. വിവരമറിഞ്ഞ പോലീസുകാർ നേരെ ആ ഒരു സ്ഥലത്തോട്ട് എത്തുകയും ചെയ്തു. അവർ നോക്കുമ്പോൾ ബോഡി അഴുകിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്മെല്ല് കേട്ടിട്ടാണ് ആളുകൾ അങ്ങോട്ട് ചെന്ന് നോക്കുന്നതും അത്തരത്തിലുള്ളൊരു ബോഡി അവിടെ കിടക്കുന്നത് കാണുന്നതും പിന്നീട് പോലീസിനെ ഇൻഫോം ചെയ്യുന്നതും. അതുപോലെ തന്നെ ഒരു കല്ലുപയോഗിച്ചുകൊണ്ട് ആ സ്ത്രീയുടെ മുഖം ചതച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബോഡി ആരുടേതാണെന്ന് ആ ഒരു പോയിന്റിൽ പോലീസിന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റിയില്ല. നേരെ ബോഡി അവിടെ നിന്ന് റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സിക്കായിട്ട് ഹോസ്പിറ്റലിലോട്ട് അയക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള മിസ്സിംഗ് കേസസും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴാണ് ഇത് ഗായത്രി ആകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് പോലീസുകാരും മനസ്സിലാക്കുന്നത്. അങ്ങനെ നേരെ ഗായത്രിയുടെ ഹസ്ബൻഡിനെയും അതുപോലെ തന്നെ പാരൻസിനെയും ആ പോലീസുകാർ വിവരമറിയിക്കുകയായിരുന്നു. ബോഡി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഹസ്ബൻഡും അതേപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സും ആ ഒരു ഹോസ്പിറ്റലിലോട്ട് എത്തുകയായിരുന്നു. അതിനുശേഷം അത് ഗായത്രിയുടെ ബോഡി തന്നെയാണെന്ന് കൺഫേം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഓട്ടോപ്സി റിപ്പോർട്ടിന് വേണ്ടി പോലീസുകാർ വെയിറ്റ് ചെയ്യായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പോലീസുകാർ അന്വേഷിച്ചപ്പോഴാണ് പോലീസിന് ഒരാളെ കിട്ടുന്നത്. അയാളായിരിക്കും കുറ്റവാളി എന്നുള്ളത് പോലീസിന് ഉറപ്പായിരുന്നു. അതായത് ശരവണകുമാർ എന്നായിരുന്നു ആളുടെ പേര്. 32 വയസ്സായിരുന്നു ആളുടെ പ്രായം. കൂടുതലായിട്ടുള്ള അന്വേഷണത്തിൽ അയാൾ തന്നെയാണ് ഈ ഒരു കൊലപാതകം ചെയ്തതെന്നും ഈ ഒരു ഗായത്രി മാലയും ശരവണകുമാറും തമ്മിൽ കഴിഞ്ഞ 7 വർഷങ്ങളായിട്ട് ഇത്തരത്തിലുള്ളൊരു ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളതും പോലീസുകാർ കണ്ടെത്തുകയായിരുന്നു. 2002 തിരുച്ചെങ്കോട് ഒരു കൊലക്കേസിലെ പ്രതിയായിട്ടായിരുന്നു ഈ ഒരു ശരവണകുമാർ കോവൈ ജയിലിലോട്ട് വരുന്നത്. അതിനുശേഷം അവിടെ നല്ല നടപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഫുഡിൻ്റെ ട്രോളി തള്ളുന്ന ഒരു ജോലിയായിരുന്നു ഇയാൾക്ക് കിട്ടിയത്. അങ്ങനെയാണ് ഇയാൾ ആ ഒരു ഫുഡിൻ്റെ ട്രോളി തള്ളി നേരെ വുമൺസ് സെല്ലിലോട്ട് പോകുന്നത്. അങ്ങനെ സ്ഥിരമായിട്ട് ആ ഒരു സെല്ലിലോട്ട്, അതായത് വുമൺസ് ഏരിയയിലോട്ട് പോകുമ്പോഴാണ് ഈ ഒരു ഗായത്രി മാലയെ ഇയാൾ കാണുന്നതും അതുപോലെ തന്നെ പരിചയപ്പെടുന്നതും പിന്നീട് അവർ രണ്ടുപേരും തമ്മിലുള്ളൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പും കാര്യങ്ങളും ഒക്കെ ഉടലെടുക്കുന്നതും. ആ ഒരു സമയത്ത് ഓൾറെഡി ഹസ്ബൻഡിനായിട്ട് പ്രശ്നത്തിലായിരുന്നു ഗായത്രി മാല. അതുകൊണ്ട് തന്നെ ഇവരുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഇവർ വെല്ലൂരുള്ള പ്രിസണിലോട്ട് ട്രെയിനിങ്ങിനായിട്ട് പോകുന്നത്. അവിടെ വെച്ചിട്ടായിരുന്നു ആള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ തമിഴ് സെൽവൻ എന്ന് പറയുന്ന ഓഫീസറെ കാണുന്നതും പരിചയപ്പെടുന്നതും പ്രണയത്തിലാകുന്നതും പിന്നീട് പ്രഗ്നൻ്റ് ആകുന്നതും അതിനുശേഷം അവരുടെ വിവാഹം കഴിയുന്നതും. എന്നാൽ വിവാഹത്തിന് ശേഷം ഈ ഒരു ശരവണകുമാറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിർത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല. ആ ഒരു റിലേഷൻഷിപ്പ് അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോവുകയായിരുന്നു. പിന്നീട് അയാൾ പുറത്തിറങ്ങിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്ക് പരോള് ലഭിക്കുകയായിരുന്നു. അതിനുശേഷം കറക്റ്റ് ടൈമിന് അയാൾ ജയിലിലോട്ട് തിരിച്ചു പോയില്ല. ഒളിവിൽ സേലത്തുള്ള ഉള്ളിൽ ഒതുങ്ങിയൊരു സ്ഥലത്ത് ആൾ ഒളിച്ച് താമസിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഈ ഒരു സ്ത്രീക്ക് നേരെ സേലത്തുള്ള പ്രിസണിലോട്ട് ജോലി മാറ്റം കിട്ടുന്നത്. പിന്നീട് ഇയാളെ കാണൽ കുറച്ചുകൂടെ എളുപ്പമുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെ അവർ ഇടയ്ക്കിടെ ആരും അറിയാതെ മീറ്റ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ശരവണകുമാറിൻ്റെ ഫോൺ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പോലീസുകാർ അയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. എന്നിട്ട് എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം നടത്തിയത്, എന്തായിരുന്നു നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ഒരുപാടധികം ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പോലീസുകാർ മനസ്സിലാക്കിയത്. ഇയാൾ ഗായത്രിയെ കൊല്ലാനുണ്ടായിരുന്ന കാരണം കേട്ടിട്ടാണ് അക്ഷരാർത്ഥത്തിൽ എല്ലാവരും നടുങ്ങിപ്പോയത്. ഈ ഗായത്രി വിളിക്കുമ്പോഴൊക്കെ ശരവണകുമാർ ചെല്ലണം എന്നുള്ള ഒരു നിർബന്ധം ഗായത്രിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു കൊലപാതകത്തിലോട്ട് വരെ കാര്യങ്ങൾ എത്തിയത്. അതായത് ആ ഒരു ഗ്രാമത്തിൽ ആയിരുന്നല്ലോ ഇയാൾ താമസിച്ചിരുന്നത്. ഇയാളുടെ ഫാമിലിയുടെ കൂടെ ആയിരുന്നു ഇയാൾ താമസിക്കുന്നുണ്ടായിരുന്നത്. ഇയാൾക്ക് ഓൾറെഡി ഒരു വൈഫും കുട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
പിന്നെ ആളുടെ വൈഫ് പ്രഗ്നൻറ്റും ആയിരുന്നു. അപ്പോൾ ഇയാളോട് എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോഴാണ് ഇയാൾ ഫുൾ സ്റ്റോറി പറയുന്നത്. അതായത് ഒരു കൊലക്കേസിൽ പ്രതിയായിട്ടായിരുന്നു ഇയാൾ ജയിലിലോട്ട് പോയത്. പിന്നീട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല നടപ്പ് കാരണം അയാൾക്ക് ട്രോളി തള്ളുന്ന ഒരു ജോലി കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഇയാൾ വുമൺസ് ഉള്ള ഭാഗത്തോട്ട് ആ ഒരു ട്രോളി തള്ളി പോകുന്നതും അവിടെ വെച്ചിട്ട് ഈ ഒരു ഗായത്രി മാലയെ പരിചയപ്പെടുന്നതും പിന്നീട് അവർക്കിടയിൽ ഒരു അവിഹിത ബന്ധം ഉടലെടുക്കുന്നതും. അങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയായിരുന്നു. ടൈം കിട്ടുമ്പോഴൊക്കെ അവർ ഫിസിക്കൽ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ എന്താ പറയുക കീപ്പ് ചെയ്ത് പോവുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അയാൾക്ക് പരോള് ലഭിക്കുകയാണ് ഇടയ്ക്കൊക്കെ. അപ്പോൾ സാധാരണഗതിയിൽ സ്റ്റാർട്ടിങ്ങിൽ അയാൾ പുറത്ത് വീട്ടിലോട്ട് പോകുന്ന ടൈമിൽ പോലീസുകാർ കൂടെ പോകാറുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം ഇയാളുടെ നല്ല നടപ്പ് കൊണ്ട് തന്നെ പിന്നീട് ഇയാളെ ഒറ്റയ്ക്ക് പരോളിന് വിടാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഇയാൾ പരോളിന് പോയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞ ടൈമിൽ തന്നെ തിരിച്ച് ജയിലിലോട്ട് വരാറുണ്ടായിരുന്നു. എന്നാൽ ഒരു സമയത്ത് ഇതേപോലെ തന്നെ ഇയാളെ പരോളിന് വിട്ടിട്ട് ഇയാൾ തിരിച്ച് ജയിലിലോട്ട് വന്നില്ല, ആള് ഒളിവിൽ പോവുകയായിരുന്നു. അങ്ങനെ ഇയാൾ ഫ്രീ ആയിട്ട് പരോളിന് പുറത്തിറങ്ങുന്ന ടൈമിൽ ഇവർ പുറത്തു വെച്ചിട്ട് മീറ്റ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നീട് ഇയാൾ ഒളിവിൽ പോയതിന് ശേഷവും ഗായത്രിയുമായിട്ട് ഇയാൾക്ക് കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഒക്ടോബർ 31-ാം തീയതി ശങ്കഗിരിയിലോട്ട് വരാനായിട്ട് ഇയാളുടെ അടുത്ത് ഗായത്രി പറയുന്നത്. അപ്പോൾ ഗായത്രി വിളിച്ചത് കൊണ്ട് തന്നെ ഇയാൾ നേരെ ആ ഒരു എന്താ പറയുക ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ട് ഗായത്രിയെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ആ ഒരു ബസ് ജേണിയുടെ ഇടയിൽ ശരവണകുമാറും ഗായത്രിയും 3 തവണ ഫോൺ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഗായത്രി അവിടെ എത്തുകയായിരുന്നു. ഇവർ രണ്ടുപേരും കൂടെയും അവിടെ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ മാറിയിട്ടുള്ള ആ ഒരു റെയിൽപാളത്തിൻ്റെ അവിടെ ആരും ഇല്ലാത്തൊരു ഒതുങ്ങിയ ഏരിയ ഉണ്ട്. ആ ഒരു ഏരിയയിലോട്ട് പോവുകയായിരുന്നു. അവിടെ വെച്ചിട്ടാണ് അവർ സ്ഥിരമായിട്ട് കാണാറുണ്ടായിരുന്നതും ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാറുണ്ടായിരുന്നതും അങ്ങനെയുള്ള ഒരു ഒതുങ്ങിയൊരു സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു. അങ്ങനെ ആ ഒരു ടൈമിലും അവരവരുടെ ടൈം എൻജോയ് ചെയ്യുകയാണ്. അതിനുശേഷം ഇവർ തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതായത് ശരവണകുമാർ ഒരു 5000 രൂപ ഗായത്രിയുടെ അടുത്ത് എടുക്കാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഗായത്രി പറഞ്ഞു പൈസ ഒക്കെ ഞാൻ സെറ്റാക്കി തരാം, എന്നാലും ഞാൻ വിളിക്കുന്ന എല്ലാ ടൈമിലും നീ എൻ്റെ അടുത്ത് വരണം എന്നുള്ളത് ആവശ്യപ്പെടുകയായിരുന്നു. അപ്പോൾ ഈ ഒരു ശരവണകുമാർ പറഞ്ഞു മുന്നെനിക്ക് നീ വിളിക്കുമ്പോൾ എപ്പോഴും വരാനായിട്ട് പറ്റുമായിരുന്നു, എന്നാൽ ഇനിയിപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ്, 8 മാസമാണ്. അപ്പോൾ എനിക്ക് കൂടുതൽ ടൈം അവളുടെ അടുത്ത് നിൽക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും അങ്ങനെ വരാനായിട്ട് സാധിക്കില്ല എന്നുള്ളൊരു കാര്യം ഇയാൾ തെളിയിച്ച് പറയുകയായിരുന്നു. എന്നാൽ ഇത് കേട്ട ഗായത്രി വേറൊരു രീതിയിലായിരുന്നു ശരവണകുമാറിൻ്റെ അടുത്ത് സംസാരിച്ചത്. നീ ഇപ്പോഴും ഒളിവിൽ ഇറങ്ങി മുങ്ങിയിരിക്കുന്ന ഒരു പ്രതിയാണ്, ഞാൻ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിന്നെ വീണ്ടും ജയിലിലോട്ട് പറഞ്ഞേക്കാനായിട്ട് സാധിക്കും, പിന്നെ നിനക്ക് പുറം ലോകം തന്നെ കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇയാളെ ഭീഷണിപ്പെടുത്തുമായിരുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ ഇയാൾക്ക് ആകപ്പാടെ ദേഷ്യം വരികയാണ്. അതുപോലെ തന്നെ എന്നെങ്കിലും ഈ ഒരു സ്ത്രീ തന്നെ കാട്ടിക്കൊടുക്കുമെന്നുള്ളൊരു ചിന്തയും വരികയാണ്. അങ്ങനെയാണ് ഈ ഒരു ഗായത്രി വാലയെ ഇല്ലാതാക്കാം എന്നുള്ളൊരു പ്ലാനിലോട്ട് അയാൾ എത്തുന്നത്. അങ്ങനെ ഇരിക്കെ ഗായത്രി ശ്രദ്ധിക്കാത്തൊരു ടൈമിൽ അയാൾ വലിയൊരു കല്ലെടുത്ത് ഗായത്രിയുടെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. പിന്നീട് ഗായത്രിയുടെ ഓർണമെൻറ്റ്സ്, ഫോണ്, കയ്യിലുള്ള പൈസ എല്ലാം അയാൾ എടുത്തു. അതിനുശേഷം ബോഡി കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കുറച്ച് നീക്കി ഒരു കുറ്റിക്കാട് പോലുള്ള ഒരു സ്ഥലത്തിട്ടു. പിന്നീട് ആൾ അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയും ചെയ്തു. പോലീസുകാർ തന്നെ അന്വേഷിച്ച് വരില്ല എന്നുള്ളതായിരുന്നു അയാൾ ചിന്തിച്ചിരുന്നൊരു കാര്യം. അതായത് മുഖം ചതച്ചത് കൊണ്ട് ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല എന്നും പോലീസുകാർ തൻ്റെ അടുത്തോട്ട് എത്തില്ല എന്നുമായിരുന്നു അയാൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായത്. എന്തായാലും ഫോൺ ത്രൂ അയാളെ പോലീസുകാർ ട്രേസ് ചെയ്ത് പിടികൂടുകയായിരുന്നു. പിന്നെ ഈ ഗായത്രിയെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോഴാണ് ഒരുപാടധികം ഞെട്ടിക്കുന്ന വിവരങ്ങൾ പോലീസുകാർ അറിയുന്നത്. ഈ ഗായത്രിയുടെ കല്യാണം ഓൾറെഡി ഒരു 3 കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ 2 വിവാഹത്തിൽ ഇവർക്ക് കുട്ടികളുണ്ടായിരുന്നു. ഒരു കുട്ടിക്ക് 7 വയസ്സും ഒരു കുട്ടിക്ക് 4 വയസ്സുമായിരുന്നു ആ ഒരു സമയത്ത് പ്രായം. പിന്നെ കഴിഞ്ഞ 7 വർഷങ്ങളായിട്ട് ഈ ഒരു കുറ്റവാളിയുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നതായിട്ടും, അതുപോലെ തന്നെ ഒരു അഡ്വക്കേറ്റുമായിട്ട് വളരെ അടുത്തൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നതായിട്ടും, അതുപോലെ തന്നെ ഇവർ രണ്ടുപേരെയും കൂടാതെ വേറെ പല ആളുകളുമായിട്ടും ഇവർക്ക് അടുത്ത റിലേഷൻഷിപ്പുകൾ ഉണ്ടായിരുന്നതായിട്ടും പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കേസ് കൂടെ ശരവണകുമാറിൻ്റെ മേൽ വരികയാണ്. അയാൾ വീണ്ടും ജയിലിലോട്ട് പോവുകയാണ്. ആകെപ്പാടെ എല്ലാവരും ഷോക്കായ ഒരു കേസായിരുന്നു അത് ആ ഒരു ടൈമിൽ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് ഈ ഒരു കേസിനെ കുറിച്ച് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റജൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.